നമസ്കാരം, ശ്രീജിത്താണ്. ഇന്ന് ട്യൂസ്ഡേ റീകണക്റ്റിംഗ് ഡേ. അപ്പോൾ റീകണക്റ്റിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് റിപ്പീറ്റഡ് കസ്റ്റമർ. അതായത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി, അവരൊരു ന്യൂ കമ്മർ അല്ലെങ്കിൽ ന്യൂ കസ്റ്റമറായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അവർ നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി, നമ്മുടെ പ്രൊഡക്റ്റോ വാല്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് വീണ്ടും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരാണ് റിപ്പീറ്റഡ് കസ്റ്റമർ. അവർ വന്ന് വാങ്ങുമ്പോഴാണ് അവർ റിപ്പീറ്റഡ് കസ്റ്റമർ ആവുന്നത്. ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ വരുമാനം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് കസ്റ്റമറാണ്. അപ്പോൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകണക്റ്റിംഗ് ഡേ എന്ന് പറയുന്ന മോഡൽ പരിശോധിക്കുന്നത്. ഈ റീകണക്റ്റിംഗ് ഡേ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സെയിൽ നടന്നിട്ടുള്ള കസ്റ്റമറിനെ നമ്മൾ റീകണക്ട് ചെയ്യുകയാണ്. അവരെ വീണ്ടും കണക്ട് ചെയ്ത് അവരെ കൊണ്ടുവരികയാണ്. അവരെ നമ്മുടെ കമ്പനിയിലേക്ക്, നമ്മുടെ ഷോപ്പിലേക്ക്, നമ്മുടെ സെയിൽസിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീകണക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. എല്ലാ ട്യൂസ്ഡേയും ഈ പറയുന്ന റീകണക്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ ബാക്കപ്പ്, കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ നല്ല രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.